വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് ചിക്കൻ പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പക്കവടയൊക്കെ എല്ലാവർക്കും ഇഷ്ടാവില്ലേ? നമ്മൾ പ്രത്യേകിച്ച് 4 മണി സമയത്തൊക്കെയാണ് ഇതുപോലെയുള്ള പൊരിച്ച കടികളൊക്കെ കഴിക്കുക. പ്രത്യേകിച്ച് പക്കവട എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടും ബ്രെഡ് വെച്ചിട്ടും കൂടിയിട്ടുള്ള ഒരു പക്കവടയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പക്കവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കനിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മസാലയൊന്നും ചിക്കനിലോട്ട് ചേർക്കേണ്ടതില്ല. ഇതിലോട്ട് തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നിങ്ങൾ ചേർക്കുക. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ നന്നായിട്ട് ഈ ഒരു മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 20 മിനിറ്റിന് ശേഷം ഞാനിതൊരു കുക്കറിലോട്ട് മാറ്റുകയാണ്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 4 വിസിൽ വരെ അടുപ്പിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഞാനൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ എപ്പോഴും എടുക്കുമ്പോഴും എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക. ഒരുപാട് അങ്ങ് പൊടിയരുത്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഈ ചിക്കനെ ഒന്ന് മസാലയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് ഒരു 3 സവാള ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇതിലോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ടൊരു 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വാടിയ ശേഷം ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ചിക്കന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം മസാലപ്പൊടിയൊന്നുമില്ല. ജസ്റ്റ് ഞാൻ കാശ്മീരി ചില്ലിയും അതുപോലെ ഗരം മസാലയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും മാത്രം മതി. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഓൾറെഡി ചിക്കനിൽ ചേർത്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് സാധാ മുളക് പൊടി തന്നെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേനും അതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിഷ്ടം മല്ലിയിലയാണ്. വേപ്പിനില ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഇതിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നല്ല പോലെ ആവി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പക്കവടക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാൻ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു 200 ഗ്രാം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലോട്ട് തന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോഡാപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ ഒരു നുള്ള് മതി, വളരെ കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ വരെയൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അധികം ലൂസാവാതെ ഒരു ഏകദേശം ഒരു തിക്കിൽ മാവാക്കി എടുക്കുക. അപ്പോൾ പക്കവടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസാണ് കിട്ടേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസാവരുത്. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ ഒരു സൈഡിലായിട്ട് നേരത്തെ എടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ മസാല ഇങ്ങനെ പരത്തി കൊടുക്കാം. നന്നായിട്ട് എല്ലായിടവും സ്പ്രെഡ് ചെയ്യുക. ശേഷം
നമ്മൾ ഒരു പീസ് കൊണ്ട് ഒന്നിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് മുറിച്ചിട്ടും പൊരിക്കാം, അല്ല ഇങ്ങനെയേ പൊരിക്കുകയും ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം കേട്ടോ കുറച്ച്. അപ്പം ഞാനിവിടെ ഇത് ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയ ശേഷം ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതുപോലെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് മുറിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാവിൽ മുക്കുമ്പോൾ എല്ലായിടത്തും മാവായിട്ടില്ലേ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ബ്രെഡ് ആവുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ നിങ്ങൾ മാവിൽ നന്നായിട്ട് മുക്കിയിട്ടില്ലെങ്കിൽ ആ എണ്ണ മുഴുവനും ബ്രെഡിലോട്ട് പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് മാവിൽ മുക്കിയ ശേഷം മാത്രം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതിൻ്റെ ബാക്കിയുള്ള മസാല ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ്റെ മസാല ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മസാല ചേർത്തിട്ട് കിഴങ്ങൊക്കെ ചേർത്തിട്ട് കട്ട്ലേറ്റോ സമൂസയൊക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ബ്രെഡ് പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ചിക്കൻ പക്കവട നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം താഴെ അറിയിക്കുക. ഒപ്പം ഡിസ്ലൈക്ക് വേണമെങ്കിൽ അടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.